നമസ്കാരം. ഞാൻ സുമേഷ് ചാത്തങ്കുളം, ചാത്തങ്കുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. ചാത്തങ്കുളം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചാത്തങ്കുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം CT ബിൽഡേഴ്സ് ആപ്പ് എന്ന വിൻഡോയിൽ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഈ CT ബിൽഡേഴ്സ് ആപ്പ് വർക്ക് ചെയ്യുന്ന ലോജിക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും Alibaba.com Airbnb ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ നമ്മുടെ ക്ലയൻസ് വീടുകൾ കിട്ടുമ്പോൾ അവർക്ക് 10% സേവ് ചെയ്തിട്ട് ഐദർ ക്ലയൻസിന് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ നമ്മുടെ CT ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ തന്നെ പ്ലോട്ട് വാങ്ങിയിട്ട് അവിടെ ബിൽഡ് ചെയ്യാം. റൈറ്റ്, ഇതാണ് അതിൻ്റെ ടോട്ടൽ വർക്കിംഗ് മോഡലിൻ്റെ കൺസെപ്റ്റ്. റൈറ്റ്, ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മളുടെ കോൺട്രാക്ടേഴ്സ്, മേസ്തിരിമാർ, വർക്കേഴ്സ്, നമ്മുടെ ഒപ്പം ഉള്ള ആൾക്കാർ മുഴുവൻ അറിയുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന സ്ട്രെങ്ത് എന്താണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെയെന്നും അവർ നമ്മൾക്ക് തരേണ്ട സ്ട്രെങ്ത് എന്താണെന്നും പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വരുന്നത്. അതായത് നമ്മൾക്കറിയാം മെജോറിറ്റി, അതായത് 95% ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറാണ് ഇന്നും നമ്മുടെ രാജ്യത്തും എല്ലാവരുടെയും പൊതുവെ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വസ്തുതകൾ നിൽക്കുന്നത് പറഞ്ഞാൽ, ഒന്ന് കോൺട്രാക്ടേഴ്സ്, ആരുടെയും കോൺട്രാക്ട് ക്ലയൻറ്റ് കൊടുക്കുമ്പോൾ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് കൂടുതൽ പൈസ പെടുമെന്ന് ക്ലയൻറ്റിന് പേടി. കോൺട്രാക്ടേഴ്സിന് പേടി ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടില്ലയോ, അങ്ങനെ പേടിയും കൊണ്ട് പല ലിറ്റിഗേഷനും പല കോൺട്രാക്റ്റിനും കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഇടയിൽ മുറിഞ്ഞു പോണ വാസ്തവങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പിന്നെ അടുത്തത്, ചിലപ്പോൾ ഒരു ക്ലയൻറ്റ് കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കില്ല. കോൺട്രാക്ടർ മേസ്തിരിക്ക് ചിലപ്പോൾ പൈസ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കില്ല. ചിലപ്പോൾ മേസ്തിരി വർക്കർക്ക് പൈസ കൊടുക്കും, ചിലപ്പോൾ കൊടുക്കില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അകത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിലെ ഭൂരിഭാഗം ആളുകളും സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകുന്ന ഒരു സിനാരിയോവും അടുത്ത ചലഞ്ചായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അടുത്ത ഏറ്റവും വലിയ സോഷ്യലി എഫക്റ്റഡ് ആയിട്ടുള്ളൊരു ചലഞ്ച് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് പറയാം, ഇതൊക്കെ കയ്യിൽ പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഡയറക്റ്റായിട്ട് കയ്യിൽ പൈസ ക്യാഷായിട്ട് തരുമ്പോൾ അവരുടെ അടുത്ത് കണക്കില്ലാതെ അത് ചിലവായി പോവുകയും, ഇനി ഇവൺ എടുത്തു വയ്ക്കുന്ന ശീലമുള്ള ആളുകളുണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ പോലും അവർക്ക് നാളെ അവരുടെ മക്കൾക്ക് ഒരു അത്യാവശ്യത്തിന് പഠിക്കാനുള്ള ഒരു എഡ്യൂക്കേഷൻ ലോണോ അല്ല അവർക്ക് ചെറിയൊരു വീട് വയ്ക്കാനുള്ള, വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വെറുതെ കടം വാങ്ങിക്കാനല്ല, വീട് വയ്ക്കാനുള്ള ഒരു ഹൗസിംഗ് ലോണോ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റികളെന്നോ അല്ലെങ്കിൽ വല്ല ബ്ലേഡ് പോലുള്ള സ്ഥലങ്ങളെന്നോ വലിയ പലിശയ്ക്കല്ലാതെ നാഷണലൈസ് ബാങ്കുകളെന്നോ ഗവൺമെൻറ് സപ്പോർട്ടിംഗ് ഉള്ള വലിയ ബാങ്കുകളെന്നോ കിട്ടാനുള്ള സംവിധാനമില്ല. ബിക്കോസ് അവർക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനം ഡിജിറ്റലി അല്ലെങ്കിൽ ഗവേൺ ചെയ്ത സിസ്റ്റത്തിൽ കൂടെ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ അല്ല വരുന്നതെന്നുള്ള ഒറ്റ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ട വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് എന്നുള്ള വലിയൊരു വിഭാഗം, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് GDP ഉള്ള ഇൻഡസ്ട്രിയിലെ വർക്കിംഗ് ഫോഴ്സ്, അതായത് ഫസ്റ്റ് അഗ്രികൾച്ചർ ആയിരിക്കും, സെക്കൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആയിരിക്കും. വർക്കിംഗ് ഫോഴ്സ് അൺഓർഗനൈസ്ഡ് ആണ്, അവർക്ക് പേയ്മെൻറ്റുകൾ ഓൺലൈൻ അല്ല പോകുന്നതെന്നുള്ളത് കൊണ്ട് അവരനുഭവിച്ചു വരുന്ന ദുരന്തത്തിന് ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ ചലഞ്ചും കൂടി ഞങ്ങൾ ഇതിൻ്റെ അകത്ത് അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിക്കും. അതായത് വർക്കേഴ്സിനും മേസ്തിരിമാർക്കും കോൺട്രാക്ടേഴ്സിനും ഒക്കെ. ഒപ്പം ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു കാര്യം, ഒരു ഗുഡ്നെസ്സും കൂടി ഉള്ളത്, തീർച്ചയായിട്ടും നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് കുറേയും കൂടി ഇൻവോൾവ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മേസൻട്രി വർക്ക് ആയിക്കോട്ടെ, എക്സെൻട്രിങ് എന്ത് വർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരുന്നത്. ബിക്കോസ് ഫ്ലൈറ്റ് പറക്കണു, റോക്കറ്റിൽ മറ്റേ മല കയറുന്നു, മറ്റേ എന്താ പറയുക, മറ്റ് പ്ലാനറ്റ്സുകളിലേക്ക് സ്ത്രീകൾ പോകുന്ന കാലഘട്ടമാണ്. അപ്പം അതിൻ്റെ അകത്ത് സ്ത്രീകളും കൂടി ഇൻവോൾവ് ചെയ്യുമ്പോൾ ഓരോ ഹൗസ് ഹോൾഡ് ഇൻകവും വളരെ കൂടാനും, അത് പ്രകാരം ഓരോ വീടുകളിലും 1000-2000 രൂപ ഡെയിലി രണ്ടാളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാനും 10,000-50,000 രൂപേൻ്റെ മുകളിൽ ഓരോ വീടിലും ഇൻകം ജനറേറ്റ് ചെയ്യാനുമുള്ള ഒരു സോഷ്യലി ബേസിക് ആയിട്ടുള്ള, അതും നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ വേയിൽ കൂടി വരുമ്പോൾ ഒരു സോഷ്യൽ റിഫോർമേഷനും വലിയ രീതിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലേക്കാണ് ഞങ്ങൾ വിരൽ ചൂടുന്നത്. അതിനുള്ള ചലഞ്ചുകൾ എന്തൊക്കെയുണ്ടോ ആ ചലഞ്ചുകളിനെയും കൂടി ഞങ്ങൾ ഈ സിസ്റ്റത്തിനകത്ത് കൂടെ അഡ്രസ്സ് ചെയ്യണം നടത്തും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ചെയ്തു തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിജിറ്റൽ സിസ്റ്റം അഷ്യൂർ ചെയ്യുന്ന സൂപ്പർ പവേഴ്സ് ഫോർ കോൺട്രാക്ടേഴ്സ്, മേസ്ത്രീസ്, വർക്കേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വർക്ക് ചെയ്യാൻ വർക്ക് ഓർഡർ വരാതെ വർക്ക് ചെയ്യരുത് നിങ്ങൾ. അത് എപ്പോഴും ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യും. ബിക്കോസ് ഒരു വീട് എന്ന് പറഞ്ഞാൽ അതൊരു ഫയലായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മുടെ. അത് പ്രകാരം കുറേ സ്റ്റേജുകളായിട്ടായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശരിയല്ലേ? അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോൺട്രാക്ടേഴ്സും മേസ്ത്രിമാരും വർക്കേഴ്സും ആണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കണം. അതിനനുസരിച്ച് അത് ഒരുമിച്ച് ആദ്യം ഒരു വർക്ക്
കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടാവും കോൺട്രാക്ടർക്ക്. അതിനനുസരിച്ച് കോൺട്രാക്ടേഴ്സ് അതിന് ചിലപ്പോൾ 10 രൂപയ്ക്കായിരിക്കും കോൺട്രാക്ടർ വർക്ക് എടുത്തിട്ടുണ്ടാവുക. കോൺട്രാക്ടർക്ക് അതിന് മിഷനറി, അതിൻ്റെ സെൻറ്ററിങ് കാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ യോജിപ്പിച്ച് വെക്കേണ്ടതായതുകൊണ്ട് അതിൻ്റെ വർക്ക് മേസ്ത്രിക്ക് കൊടുത്തിട്ടുണ്ടാവുക ചിലപ്പോൾ 5 രൂപയ്ക്കായിരിക്കും ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് വയ്ക്കുക. ലാസ്റ്റ് ചെയ്യുന്നത് എക്സാമ്പിളാണ് പറയും. അത് അവിടെ വർക്കർക്ക് ചുവട്ടിൽ കൊടുത്തിട്ടുണ്ടാവുക ചിലപ്പോൾ 4 രൂപയ്ക്കായിരിക്കും അല്ലെങ്കിൽ 4 രൂപയ്ക്കായിരിക്കും. റൈറ്റ്. അപ്പോൾ 10 രൂപൻ്റെ 5 രൂപ കഴിച്ചിട്ട് 5 രൂപ കോൺട്രാക്ടറിൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ കോൺട്രാക്ടറിൻ്റെ പൈസയായി, കോൺട്രാക്ടർക്ക് ഈ മിഷനറി ടൂൾസിൻ്റെ ഒക്കെ വാടകയോ അതെന്താണ് പറയുക കൊടുക്കേണ്ട അതിൻ്റെ പൈസയായി. ബാക്കി മേസ്ത്രിക്ക് കൊടുക്കണം. ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. 5 എന്നുള്ളത് 7 ആവാം 8 ആവാം, എത്ര ഡിപ്പെൻഡിങ് അപ്പോൾ വർക്ക് ടു വർക്ക് മാറാം. മേസ്ത്രിക്കുള്ള പൈസ മേസ്ത്രിക്കായി 5 രൂപ മേസ്ത്രിക്ക് വരുന്നതിൽ 4 രൂപ വർക്കർക്ക് പോകുമ്പോൾ മേസ്ത്രിക്ക് 50 പൈസയോ 1 രൂപ എത്രയോ പെർ സ്ക്വയർ ഫീറ്റ് ആ റേഷ്യോ അനുസരിച്ച് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്ക് ഓർഡർ മെക്കാനിസമാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. റൈറ്റ്. ആ വർക്ക് ഓർഡറിൽ 10 രൂപ എന്നുള്ള വർക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 10 കോൺട്രാക്ടർക്ക് വന്നു. അതിൽ 7 രൂപയാണ് കോൺട്രാക്ടർ മേസ്ത്രിക്ക് കൊടുക്കുന്നത് നിൽക്കുക. ഫോർ എക്സാമ്പിൾ 7 രൂപയ്ക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ 7 രൂപയ്ക്ക് തിരിച്ച് വർക്കർക്ക് 6 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ 1 രൂപ മേസ്ത്രിക്ക്, 3 രൂപ കോൺട്രാക്ടർക്ക്, 6 രൂപ എന്താണ് മറ്റേ വർക്കറിനും ഡയറക്റ്റ് കിട്ടുന്ന പോലുള്ള സിസ്റ്റം പ്ലാനിങ് വർക്ക് ഓർഡേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനുള്ള ആ വർക്ക് ഓർഡർ വാങ്ങിയിട്ട് അതിനനുസരിച്ച് വേണം വർക്ക് ചെയ്യാൻ. അതിപ്പോൾ ഫോർ എ ടെമ്പററി പോയിന്റ് ഓഫ് ടൈം അത് ചിലപ്പോൾ കോൺട്രാക്ട് കൊടുത്തിട്ട് കോൺട്രാക്ട് ആയിരിക്കും കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുക, ഇതെല്ലാം വർക്ക് ഓർഡർ പ്രകാരം വർക്ക് കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് അത് ക്വാളിറ്റി അപ്രൂവൽ മേസ്ത്രിയും കോൺട്രാക്ടറും അപ്രൂവ് ചെയ്ത് ഒപ്പം സൂപ്പർവൈസർ അപ്രൂവ് ചെയ്ത് ക്ലയൻറ്റ് അപ്രൂവ് ചെയ്താൽ വിത്തിൻ 24 hours ദ മണി വിൽ ബി റെമിറ്റഡ്. മറ്റേ നമ്മളെ ശനിയാഴ്ച ആവട്ടെ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ശനിയാഴ്ചയുടെ അടുത്ത് അങ്ങനെ ഡിലേ ആവാനൊക്കെ ഇപ്പോൾ അതുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതില്ലാതെ വിത്തിൻ 24 hours വർക്കറിൻ്റെ പൈസ വർക്കറിൻ്റെ അക്കൗണ്ടിലേക്ക്, മേസിൻ്റെ പൈസ മേസിൻ്റെ അക്കൗണ്ടിലേക്ക്, കോൺട്രാക്ടറിൻ്റെ പൈസ കോൺട്രാക്ടറിൻ്റെ അക്കൗണ്ടിലേക്ക് റെമിറ്റ് ചെയ്യാൻ ഓട്ടോ റെമിറ്റൻസ് വരുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. റൈറ്റ്. ഇതാണ് ഇതിൻ്റെ സൂപ്പർ പവർ. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ ഈ ഡിജിറ്റൽ മണി ട്രാക്കിംഗ് സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ പവർ എന്താണെന്ന് അറിയാം. നിങ്ങൾക്ക് അടുത്ത കൊല്ലം എത്ര വർക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിസ്റ്റത്തിൽ നോക്കിയാൽ, സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് പേയ്മെൻറ്റ് എത്ര കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടിങ്, ലോണ്, സാധനമായി അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കോൺട്രാക്ടർക്കാണെങ്കിലും മേസ്ത്രിക്കാണെങ്കിലും വർക്കർക്കാണെങ്കിലും വളരെ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. റൈറ്റ്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് എന്ത് തരണം, അതായത് കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും മേസ്ത്രി ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നമ്മുടെ ക്ലയൻസ് നമുക്ക് പൈസ തരുന്ന, നമ്മൾക്ക് അന്നം തരുന്ന നമ്മുടെ ക്ലയൻസിന് അവർക്ക് നമ്മൾ എന്ത് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ളത്. തീർച്ചയായിട്ടും എന്താണോ ഡ്രോയിങ്സ് SOP അത് പ്രകാരമുള്ള വർക്ക് നമ്മൾ കൃത്യസമയബന്ധിതമായിക്കൊണ്ട് 1 മിനിറ്റ് മുമ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. അതിന് നമ്മൾ 1000:8 1000 ആളുകൾക്ക് 12 ആളുകൾ രജിസ്റ്റർ ചെയ്യാനും 8 ആളുകൾ എല്ലാ ദിവസവും ലീവില്ലാതെ വർക്ക് ചെയ്യാനുമുള്ള സിസ്റ്റമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യണം. പിന്നെ സ്ക്രാപ്പ്, അവിടെ ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ ചാക്ക് പോലും ക്ലയൻറ്റിൻ്റെ അന്നം അവർ പണിയെടുത്തുണ്ടാക്കിയ പൈസയാണ്. അത് വേസ്റ്റ് ആവാതെ അത് എടുത്ത് വെച്ച് അത് സ്ക്രാപ്പിന് വിറ്റിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു സിമെൻറ്റ് പെട്ടി ആയിക്കോട്ടെ, അല്ല പെയിൻ്റ് അടിക്കുന്ന പെട്ടി ആയിക്കോട്ടെ, അത് സ്ക്രാപ്പിൻ്റെ ഏറ്റവും കൂടിയ വിലയ്ക്ക് വിറ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് ക്ലയൻസിൻ്റെ അക്കൗണ്ടിലേക്ക് അത് കയറ്റി കൊടുക്കാൻ പറ്റും. ക്ലിയറായോ? ഇനി അടുത്തത് നമ്മുടെ ലൈഫാണ്. വർക്ക് ചെയ്യുന്ന ആളുകളുടെ അത് സെക്യൂർഡ് ആയിരിക്കണ്ടേ. നമ്മുടെ കുട്ടികൾക്ക് മക്കൾക്ക് നമ്മുടെ ഫാമിലിക്ക് നമ്മളല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് സെക്യൂർഡ് ആവാൻ നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യണം, വൃത്തിയായിട്ടുള്ള ഇൻഷുറൻസസ് പ്ലാൻ ചെയ്യണം. എന്തൊക്കെ നമുക്ക് ലൈഫിൽ നമുക്ക് സേഫ്റ്റി ആകാൻ എന്ത് എമർജൻസീസ് ഉണ്ടായാൽ നമ്മുടെ കുടുംബത്തിന് മോശം വരാത്ത രീതിയിൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം അതുമെല്ലാം ഞങ്ങൾ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ പ്രൊവൈഡ് ചെയ്ത് ട്രാൻസ്പെറൻ്റ് ആക്കാനാണ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇതൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഭാഗത്ത് ഇനി അടുത്ത വരുമ്പോൾ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യണം. എന്താണോ പറഞ്ഞത്, അതായത് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ പുള്ളൊട്ടിച്ച് പ്ലാസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും. അത് ഫോളോ ചെയ്ത് ഇത്ര നല്ല പ്രോഡക്റ്റ് വരുമ്പോൾ, ബിക്കോസ് ഇത് സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ വരാൻ പോകുന്നത് ക്ലയൻസിന് ഇഷ്ടമുള്ള കോൺട്രാക്ടറിനെ, ക്ലയൻസിന് ഇഷ്ടമുള്ള വെൻഡറിനെ, ക്ലയൻസിന് ഇഷ്ടമുള്ള വർക്കറിനെ സെലക്ട് ചെയ്യാനുള്ള സൂപ്പർ പവർ ക്ലയൻറ്റിന് വരും നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിൽ കൂടെ. അപ്പോൾ ആർക്കാണ് ഈ സിസ്റ്റത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ? വർക്ക് അറിയുന്ന, ക്ലയൻസിൻ്റെ നല്ല റിവ്യൂ ഉള്ള വെൻഡർക്ക്, ക്ലയൻസിൻ്റെ നല്ല റിവ്യൂ ഉള്ള കോൺട്രാക്ടർക്ക്, ക്ലയൻസിൻ്റെ നല്ല റിവ്യൂ ഉള്ള മേസ്തിരിക്ക്, ക്ലയൻസിൻ്റെ നല്ല റിവ്യൂ ഉള്ള വർക്കർക്ക് ഇതിൽ നിൽക്കാൻ പറ്റുള്ളൂ സിസ്റ്റത്തിൽ. ശരിയല്ലേ? അപ്പോൾ ആ റിവ്യൂസ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ നന്നായി പ്ലാസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യണതും അത് ക്വാളിറ്റിയോടുകൂടി ചെയ്ത് ക്ലയൻസിൻ്റെ റിവ്യൂസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ക്ലിയറായോ? അതേപോലെ പറഞ്ഞതിൻ്റെ മുമ്പിൽ അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ 4 പറഞ്ഞാൽ, ഒന്ന് ക്വാളിറ്റി. ഈ ക്വാളിറ്റി പറഞ്ഞാൽ നമ്മൾ സൈറ്റിലുള്ള കോൺട്രാക്ടറും വർക്കറും മേസ്ത്രിയും ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ക്വാളിറ്റി അതെന്താണോ, നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താണോ ക്വാളിറ്റി
പറയുന്നത് ആ സിസ്റ്റം പ്രകാരം പുതിയ രീതിയിൽ പണിയെടുക്കും. എവിടെയൊക്കെ മെഷീൻ ഉപയോഗിക്കാൻ പറ്റും അവിടെ ഒക്കെ മെഷീനറി ആക്കണം. ഒപ്പം മെറ്റീരിയൽ ക്വാളിറ്റിയിൽ വരണ്ടേ? തീർച്ചയായിട്ടും SRE വെൻഡർ സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ക്വാണ്ടിറ്റി ഉണ്ടോയെന്ന്, അതായത് ഒരു യൂണിറ്റ് എംസാൻഡ് വന്നാൽ ഒരു യൂണിറ്റ് ഉണ്ടോ എന്നവിടെ ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിന് ഉത്തരവാദിത്വം വർക്കറും മേസ്ത്രിയും കോൺട്രാക്ടറും കൂടി പറയേണ്ടി വരില്ല. ബിക്കോസ് ആ ഒരു യൂണിറ്റ് ഔട്ട്പുട്ടോട് കൊടുക്കേണ്ട ക്ലയൻറ്റിന്. അപ്പോൾ വരുന്ന സാധനം മെഷർമെൻറ്റ് ഉണ്ടോ, സാധനം ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ഞാൻ എംസാൻഡിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യവും ചെക്ക് ചെയ്യും, സിമെൻറ്റ് അടക്കം. റൈറ്റ്, ചെക്ക് ചെയ്ത് അവിടെ SRE ഒപ്പിടും. അതേപോലെ തന്നെ ക്വാളിറ്റി, നമ്മൾ പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് പറയുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ് വന്നാലേ നിങ്ങൾക്ക് ഡെലിവറിയിൽ ക്വാളിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. അതില്ല ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയാനുള്ള ആളല്ല നമ്മുടെ ടീമിന് വേണ്ടത്. അതിൻ്റെ ഓണർഷിപ്പ് എടുത്തിട്ട് ക്ലയൻറ്റിന് വേണ്ടി അവിടെ നിലകൊണ്ടിട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇത് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് തിരുത്തി ആ സൂപ്പർവൈസറുടെ അടുത്ത് അല്ല സൈറ്റ് എഞ്ചിനീയർ അടുത്ത് ഇൻഫോം ചെയ്ത്, അതായത് അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിനെ വിളിച്ച് പറഞ്ഞ് മറ്റേ പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിനെ ഉടനെ അറിയിച്ചതിന് വേണ്ട നടപടികളെടുത്ത് ക്വാളിറ്റി അഷ്യൂർ ചെയ്യണം നമ്മുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട്. നമുക്ക് ചോറ് തരുന്നത് നമ്മുടെ ക്ലയൻസാണ്. അവർ തരുന്ന ആ ഒരു ഷെയർ എന്നാണ് നമുക്ക് എല്ലാവരും ചോറിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ശില്പികളാണപ്പാ. അതായത് നമ്മുടെ വീടാണ് നിർമ്മിക്കുന്നത്, ഇമോഷണൽ അസറ്റ്. ആളുകൾ സമാധാനത്തിൽ കിടന്നുറങ്ങുന്ന വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രൗഡ് നമുക്ക് വേണം. അതിൻ്റെ അർത്ഥം എന്താ ധിക്കാരമല്ല, പ്രൗഡ് വേണം, ഹമ്പിളായിരിക്കണം. പക്ഷേ നമുക്ക് നമ്മുടെ പണിയിൽ ആ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. ഡിഗ്നിറ്റി ഉണ്ടാവും, സേഫ്റ്റി നിങ്ങൾ മെഷർ കീപ്പ് ചെയ്യണം. അപ്പോൾ ഈ ക്വാളിറ്റി ഡെലിവറി. അടുത്തതോ ക്വാളിറ്റി പറഞ്ഞാൽ അടുത്ത് കോസ്റ്റ്. ഏറ്റവും കുറഞ്ഞ കോസ്റ്റിങ് നിങ്ങൾ എന്ത് ചെയ്യണം, എവിടെയെങ്കിലും വരും. നേരത്തെ നമ്മുടെ പേയ്മെൻറ്റുകളൊക്കെ എങ്ങനെയാണ്, മുഴുവൻ ലേബർ പേയ്മെൻറ്റ് സമയം വായിച്ചു തിരിഞ്ഞാൽ പൈസ വാങ്ങിക്കുന്ന കാലം കഴിഞ്ഞു. ആ പരിപാടി നടക്കില്ല. നമ്മളെല്ലാവരും അറിയാം, നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്ര സ്ക്വയർ ഫീറ്റ് ചെയ്താൽ ഇത്ര റുപ്യ വർക്ക്, ഇത്ര റുപ്യ പൈസ കിട്ടുക. അപ്പോൾ എന്താ ഗുണം? വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനും വർക്ക് ചെയ്യാതെ കളവ് കാണിക്കുന്ന ആളുകൾ ദേ വിൽ ബി ഓട്ടോമാറ്റിക്കലി ഔട്ട് ഫ്രം ദ ഫീൽഡ്, ഔട്ടാവും. അതാണ് നമ്മുടെ സിസ്റ്റം. റൈറ്റ്. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ല ക്വാളിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നല്ല കോസ്റ്റ്, ഏറ്റവും ഡൗൺ ചെയ്ത കോസ്റ്റ് നിങ്ങൾക്ക് പറ്റാവുന്നു. ബിക്കോസ് തീർച്ചയായിട്ടും നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ, നമ്മുടെ കുട്ടികളും പഠിക്കണ്ടേ, നമുക്ക് നല്ല ആശുപത്രികളിൽ പോകണ്ടേ, നമുക്ക് നല്ല വണ്ടികളും നല്ല വീടും ഒക്കെ കെട്ടണം. അതിനനുസരിച്ചുള്ള ബെസ്റ്റ് കോസ്റ്റിലേക്ക് കൂടുതൽ വർക്ക് ചെയ്യും. അപ്പോൾ കോസ്റ്റ് ക്ലയൻറ്റിന് നന്നായിട്ട് അവർ സെലക്ട് ചെയ്യും. അടുത്തെന്താണ് പ്രൊസീജിയർ. നേരത്തെ പറഞ്ഞ പോലെ ട്രിക്സും ടിപ്സും ഒക്കെ ചെയ്ത് എന്താണോ സയൻസ് പറയുന്നത്, സിവിൽ എഞ്ചിനീയറിംഗ് പറയുന്നത്, അതിനനുസരിച്ച് എങ്ങനെയാണോ സ്റ്റീൽ എല്ലാം ആ നമ്മുടെ SOP ഉണ്ടല്ലോ, ആ SOP പ്രകാരം ഫോളോ ചെയ്ത് അതിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട്. ബിക്കോസ് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി നമ്മുടെ സിസ്റ്റത്തിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ എന്താണോ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുള്ളത് ആ ഡ്രോയിങ്സിൽ നിന്ന് മാറിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് QC പാരാമീറ്റർ പാസ്സാവാതാവും. അപ്പോൾ ആ വർക്കൗട്ടിന് അപ്രൂവൽ കിട്ടില്ല, പാസ്സാവില്ല. അപ്പോൾ ആ പാർട്ടൊക്കെ എന്താണോ ആസ് പെർ സിസ്റ്റം, ദാറ്റ് മീൻസ് 10 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 10.1 ഉണ്ടാവേണ്ടത്, അല്ലാതെ 9.99 അല്ല. ഇറ്റ് വിൽ നെവർ ബി പെർമിറ്റഡ് ഒരു കാരണവശാലും. അതിൻ്റെ അർത്ഥം 10.1 ഉണ്ടാവണമെന്നല്ല, പ്രിസൈസ് എഞ്ചിനീയറിംഗ് കറക്റ്റ് ആയിരിക്കാൻ പറ്റും. റൈറ്റ്, ക്ലിയർ ആയ അലവൻസിന്. അങ്ങനെ എല്ലാം ശ്രദ്ധിച്ച് ക്വാളിറ്റിയിൽ. പിന്നെ സ്പീഡ്, ടൈം, വിത്തിൻ ടൈം. 1 മണി എന്ന് പറഞ്ഞാൽ 12:59 കഴിച്ച് ഡെലിവറിയിൽ പോകാനുള്ള സംവിധാനത്തിലേക്ക്. അപ്പോൾ ഉദ്ദേശം നമ്മുടെ ഒപ്പം നിൽക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, ബിക്കോസ് ഞാൻ അടങ്ങുന്ന ഇതിൻ്റെ എന്താ പറയുക മാനേജ്മെൻറ്റ് ടീം, അതിൻ്റെ നമ്മുടെ പ്രോജക്റ്റ് ടീം, ഡിസൈൻ ടീം, സെയിൽസ് ടീം, ഇങ്ങനെ കുറേ ആളുകൾ, അവിടെ കോൺട്രാക്ടർ ടീം, മേസ്ത്രിമാർ, വർക്കേഴ്സ്, നമ്മുടെ വെൻഡേഴ്സ്, നമ്മുടെ കൺസെപ്ച്വൽ ഡിസൈൻസ് ഒക്കെ, അതായത് ഭയങ്കര ആർക്കിടെക്ട്സ്, അങ്ങനെ എല്ലാ കൺസൾട്ടൻസും എല്ലാ ആളുകളും ക്ലയൻസും അടങ്ങുന്ന എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് പോകേണ്ട, വളരെ എത്തിക്കലി പോകേണ്ട, പരസ്പരം കുതിക്കാല് വെട്ടലും ചതിയുമില്ലാതെ ചെയ്ത ആളുകൾക്ക് സമയബന്ധിതമായിക്കൊണ്ട് പൈസ കിട്ടുകയും അത് മുഴുവൻ റൂട്ട് ചെയ്ത് അക്കൗണ്ടിൽ കൂടെ കിട്ടുകയും ചെയ്യുന്ന ഒരു സെൽഫ് ഗവേണൻസ് ഉള്ള, സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള, ഓട്ടോ പൈലറ്റഡ് ആയിട്ടുള്ള, സെൽഫ് എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള, നാളെ ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ അപ്പുറത്ത് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോ സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോ ആളുകളും ആ എക്കോ സിസ്റ്റത്തിൻ്റെ അകത്തെ അഭിമാനിക്കുന്ന പാർട്ടാണ്. നമ്മളൊപ്പം നിൽക്കുന്നത്, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളാണ് ഇമോഷണൽ അസറ്റുകൾ. അതിന് ആ മനസ്സിൻ്റെ അകത്ത് നിങ്ങളുടെ ആ പ്രൗഡോടുകൂടി, ആ അഭിമാനത്തോടുകൂടി, കളവും ചതിയും വഞ്ചനയും ഇല്ലാതെ പണിയെടുക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് നമ്മുടെ കോൺട്രാക്ടേഴ്സും നമ്മുടെ മേസ്ത്രിയും നമ്മുടെ വർക്കേഴ്സും എല്ലാവരും വരണം. ഒരു കാരണവശാലും ₹1 കമ്മീഷൻ ആയിരിക്കും കൊടുക്കും. ഇപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രി 95% കമ്മീഷനും കളവും ഒക്കെ. പെയിൻറ്റ് വാങ്ങുമ്പോൾ കമ്മീഷൻ, വയർ വാങ്ങുമ്പോൾ കമ്മീഷൻ, ഇതൊക്കെയാണ് നമുക്കറിയാം. ഇത് ഇറാഡിക്കേറ്റ് ചെയ്യലാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് നിങ്ങളെല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അൺഎത്തിക്കൽ പ്രാക്ടീസ്, ആരെങ്കിലും കമ്മീഷൻ വാങ്ങിക്കുകയോ ആരെങ്കിലും അനധികൃതമായിക്കൊണ്ട് നമ്മുടെ വർക്കിനെ സ്റ്റോപ്പ് ചെയ്യുകയോ, അതായത് പേഴ്സണൽ
അവരുടെ ഫേവേഴ്സ് നടപ്പിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആരാണെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡൗൺ ദ ലൈൻ ടീമിനെ ഉടനെ അറിയിക്കണം. ഏതെങ്കിലും കാരണവശാൽ എവിടെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഡയറക്റ്റ് അറിയിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ബിക്കോസ് മാനേജ്മെൻറ്റ് അതിൻ്റെ അകത്ത് ബൗണ്ട് ടു ആണ്. ഒരു കാരണവശാൽ നമ്മുടെ അകത്ത് ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസ് നടക്കാൻ പാടില്ല, ഒരു കറപ്ഷൻ നടക്കാൻ പാടില്ല, ഒരു കൈക്കൂലി നടക്കാൻ പാടില്ല. 100% കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള സ്ഥാപനമായിരിക്കണം അത് നിർബന്ധമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എന്ത് പ്രാക്ടീസ് എവിടെ കണ്ടാലും അറിയിക്കുക. ഹൃദയത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്യുക. നമ്മളുടെ ആളുകൾക്ക് നമ്മൾ വീട് കെട്ടിക്കൊടുക്കുന്നത് അത് ഒരു ആരാധന, അതായത് ഇമോഷണൽ അസറ്റാണ് അവർ കെട്ടിക്കൊടുക്കുന്നത്. അത് ആത്മാർത്ഥമായിക്കൊണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുക. ഒപ്പം പെട്ടെന്ന് കാശുണ്ടാക്കിയിട്ട് പോകാൻ പറ്റുന്ന അങ്ങനെ ഒരു ചിന്തയിലല്ല നമ്മൾ വേണ്ടത്. നമ്മൾ ഭയങ്കര പുതിയ മോഡേൺ സിസ്റ്റംസും എല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് നിങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് ലോങ് റണ്ണിൽ വളരെ നല്ലൊരു കുടുംബം നിങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ, നല്ല ഫിനാൻഷ്യൽ ഫ്രീഡമുള്ള, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിയുന്ന, എല്ലാവർക്കും സേവിങ്സും നല്ല വീടും നല്ല മക്കളും കുട്ടികളുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോ ഗവേണിംഗ് സിസ്റ്റത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണവും മാനസികമായിട്ടുള്ള അനുഗ്രഹവും കൂടെ നിൽക്കലും എല്ലാം ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പോൾ എല്ലാ നമ്മുടെ വർക്കേഴ്സും വെൽ ട്രെയിൻഡായി ഉയരുക, അപ്ഗ്രേഡ് ചെയ്യുക, കാലത്തിനനുസരിച്ച് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞ കാലം മാറ്റി അല്ല അത് മാറാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മളെ മാറ്റപ്പെടും കാലം. അപ്പോൾ അതില്ലാതെ വർക്കേഴ്സ് ഉയരുക, മേസ്ത്രിമാർ ഉയരുക, കോൺട്രാക്ടേഴ്സ് ഉയരുക, പരമാവധി മിഷനറികളൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള വർക്ക് ചെയ്ത് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് സമാധാനമായിട്ട് ജീവിക്കാൻ അന്തരീക്ഷത്തേക്ക് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി നിർത്തുന്നു. നന്ദി, നമസ്കാരം.